നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം. കൊലപാതക സാധ്യത തള്ളാതെ പോലീസ്. അസ്ഥികൂടം സ്ത്രീയുടേതാണെന്ന് ഫോറൻസിക് വിഭാഗം സ്ഥിരീകരിച്ചു. വികസന കുതിപ്പിൽ സമാനതകളില്ലാത്ത ചരിത്രം കുറിച്ച് ഗുരുവായൂർ. സ്വരാജ് ട്രോഫിയിൽ ഗുരുവായൂർ നഗരസഭയ്ക്ക് ഹാട്രിക് തിളക്കം. തുടർച്ചയായി 3 തവണ സ്വരാജ് ട്രോഫി നേടുന്ന ആദ്യ നഗരസഭ എന്ന ബഹുമതി ഗുരുവായൂരിന് സ്വന്തം. കുന്നംകുളത്ത് കോൺഗ്രസിലെ തർക്കവും പോരും പുതിയ തലത്തിലേക്ക്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതിയുഗ യാത്രയുടെ പ്രചരണ ബോർഡിൽ നിന്നും ഒരു വിഭാഗം കൗൺസിലർമാരെ ഒഴിവാക്കി. 6 കൗൺസിലർമാരെ ഒഴിവാക്കിയുള്ള ബോർഡ് പാർട്ടിയെ പൊതുമധ്യത്തിൽ നാണം കെടുത്തുന്നതെന്ന് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. കുടിവെള്ള വിതരണത്തിലും ദ്രവമാലിന്യ സംസ്കരണത്തിലും ഉടക്കി ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ. കൗൺസിലർമാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ചെയർപേഴ്സൺ തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ച UDF അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി. മാസപ്പിറ കണ്ടില്ല. കേരളത്തിൽ റമദാൻ വ്രതാരംഭം വ്യാഴാഴ്ച. കേരളത്തിൽ എവിടെയും മാസപ്പിറവി കണ്ടതായി വിവരം ലഭിക്കാത്തതിനാൽ ശഅബാൻ 30 പൂർത്തീകരിച്ച വ്യാഴാഴ്ച റമദാൻ 1 ആയിരിക്കുമെന്ന് ഖാദിമാർ അറിയിച്ചു. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസികൾ. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം. കൊലപാതക സാധ്യത തള്ളാതെ പോലീസ്. അസ്ഥികൂടം സ്ത്രീയുടേതാണെന്ന് ഫോറൻസിക് വിഭാഗം സ്ഥിരീകരിച്ചു. 3 വർഷമായി ആൾതാമസമില്ലാത്ത വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടയിലാണ് പുറകിലുള്ള വരാന്തയിലെ അടുപ്പു തറയ്ക്കുള്ളിൽ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. അടുപ്പു തറ പൊളിച്ചു മാറ്റുന്നതിനിടയിലാണ് പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടത്. 42 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീയുടേതാണ് അസ്ഥികളെന്നും ഇവർക്ക് 153 സെന്റിമീറ്റർ ഉയരമുണ്ടെന്നും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അസ്ഥികളോടൊപ്പം ലഭിച്ച ലോഹ ഏലസിനുള്ളിൽ അറബി വാക്കുകൾ എഴുതിയിട്ടുണ്ട്. കൊലപാതകമാകാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. മരണകാരണം ഫോറൻസിക് വിഭാഗം നടത്തുന്ന കൂടുതൽ പരിശോധനയിലെ വ്യക്തമാകൂ. കുന്നംകുളം ACP CR സന്തോഷിന്റെയും എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. ചില കുടുംബങ്ങളെ വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുന്നംകുളത്ത് കോൺഗ്രസിൽ പടലപ്പിണക്കം രൂക്ഷം. നഗരസഭയിലെ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കവും പോരും പുതിയ തലത്തിലേക്ക്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതിയുഗ യാത്രയുടെ പ്രചരണ ബോർഡിൽ നിന്നും ഒരു വിഭാഗം കൗൺസിലർമാരെ ഒഴിവാക്കി. നഗരസഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ വിഭാഗീയത തെരുവിലെത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്ക് സ്വീകരണം നൽകാനായി പഴയ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച ബോർഡിൽ നിന്നും ലബീബ് ഹസൻ, മിഷ സെബാസ്റ്റ്യൻ, സോണി ഷാജി, ബീന ബാബു എന്നിവരുടെ ചിത്രങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഷാജി ആലിക്കൽ, മിനി മോൺസി, റോഷിദ് ഒഡാട്ട്, KP മിനി, അനീന ഷിബു, ജിഷ ബേബി എന്നീ കൗൺസിലർമാരുടെ ചിത്രങ്ങൾ മാത്രമാണ് സ്ഥാപിച്ച ബോർഡിലുള്ളത്. നഗരസഭയിൽ 10 കോൺഗ്രസ് കൗൺസിലർമാർ ഉണ്ടെന്നിരിക്കെ 6 കൗൺസിലർമാരുടെ ചിത്രം മാത്രം ഉൾപ്പെടുത്തി സ്ഥാപിച്ച ബോർഡ് പാർട്ടിയെ പൊതുമധ്യത്തിൽ നാണം കെടുത്തുന്നതാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. നേരത്തെ പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി ഷാജി ആലിക്കലിനെ പാർലമെന്ററി പാർട്ടി ലീഡറാക്കി 6 പേർ ഒപ്പിട്ട കത്ത് നഗരസഭാ ചെയർപേഴ്സണ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ തർക്കങ്ങൾ പരിഹരിക്കാൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് വിളിച്ചു ചേർത്ത നിർണായക യോഗത്തിൽ നിന്നും 6 പേരും വിട്ടുനിൽക്കുകയാണുണ്ടായത്. പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലപാടാണ് ഇവർ നടത്തുന്നതെന്നാണ് മറുപക്ഷത്തിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസത്തെ യോഗം ബഹിഷ്കരിച്ച സാഹചര്യത്തിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്ന് കാണിച്ച് DCC പ്രസിഡന്റ് കത്തു നൽകിയിട്ടുണ്ട്. സ്വരാജ് ട്രോഫിയിൽ ഗുരുവായൂർ നഗരസഭയ്ക്ക് ഹാട്രിക് തിളക്കം. തുടർച്ചയായി 3 തവണ സ്വരാജ് ട്രോഫി നേടുന്ന ആദ്യ നഗരസഭ എന്ന ബഹുമതി ഗുരുവായൂരിന് സ്വന്തം. സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതോടെ വികസന കുതിപ്പിൽ ഗുരുവായൂർ സമാനതകളില്ലാത്ത ചരിത്രമാണ് കുറിച്ചിരിക്കുന്നത്. വികസനക്ഷേമ പ്രവർത്തനങ്ങളിലും ഭരണനിർവഹണത്തിലും പുലർത്തുന്ന മികവാണ് ഗുരുവായൂരിന് ഈ അംഗീകാരം നേടിക്കൊടുത്തത്. പദ്ധതി വിഹിതം കൃത്യമായി വിനിയോഗിച്ചതും നികുതി പിരിവിലെ 100% നേട്ടവും ക്ലീൻ ഗുരുവായൂർ പദ്ധതിയിലൂടെ നടപ്പിലാക്കിയ മാതൃകാപരമായ മാലിന്യ സംസ്കരണവുമാണ് പുരസ്കാരത്തിന് നിർണായകമായത്.
ഉറവിട മാലിന്യ സംസ്കരണത്തിലും പൊതുശുചിത്വത്തിലും നഗരസഭ നടപ്പിലാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങൾ അവാർഡിന് വഴിതെളിച്ചു. ജനങ്ങൾക്ക് വേഗത്തിലും സുതാര്യമായും സേവനങ്ങൾ ലഭ്യമാക്കാൻ ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുക്കിയതും നേട്ടമായി. ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളുടെയും സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെയും മികച്ച നടത്തിപ്പും ശ്രദ്ധേയമായി. 2024-25 വർഷത്തെ പ്രവർത്തന മികവിനാണ് ഇപ്പോഴത്തെ അംഗീകാരം ലഭിച്ചത്. ഇക്കാലയളവിലെ നഗരസഭാധ്യക്ഷനായിരുന്ന എം കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഭരണസമിതിയാണ് ഈ നേട്ടത്തിനു പിന്നിൽ പ്രവർത്തിച്ചത്. ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ഗുരുവായൂർ നിവാസികളുടെ സഹകരണത്തിന്റെയും ഫലമാണ് ഈ വലിയ അംഗീകാരമെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ പ്രാധാന്യമുള്ള ഗുരുവായൂരിന് തുടർച്ചയായി ലഭിച്ച ഉപഹാരങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നതാണെന്ന് ഇപ്പോഴത്തെ നഗരസഭാധ്യക്ഷ സുനിത രവീന്ദ്രൻ പറഞ്ഞു. 50 ലക്ഷം രൂപയും ട്രോഫിയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. പുരസ്കാരത്തുക നഗരത്തിന്റെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. മുണ്ടൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ വേലൂർ സ്വദേശി മരിച്ചു. പഴഞ്ഞി വീട്ടിൽ പരേതനായ വേണുവിന്റെ മകൻ 32 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. തൃശൂരിലെ ജ്വല്ലറിയിലെ ജീവനക്കാരനായ വിഷ്ണു ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടെ തിങ്കളാഴ്ച രാത്രി മുണ്ടൂർ പഴയങ്ങാടിയിൽ വെച്ചായിരുന്നു അപകടം. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് റോഡരികിലെ മരത്തിലിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ രാത്രി തന്നെ മരണം സംഭവിച്ചു. സംസ്കാരം പിന്നീട് നടത്തും. കേരളത്തിൽ എവിടെയും മാസപ്പിറവി കണ്ടതായി വിവരം ലഭിക്കാത്തതിനാൽ ശഅബാൻ 30 പൂർത്തീകരിച്ച് വ്യാഴാഴ്ച റമദാൻ 1 ആയിരിക്കുമെന്ന് ഖാദിമാർ അറിയിച്ചു. മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ വ്യാഴാഴ്ച റമദാൻ വ്രതാരംഭമായിരിക്കുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും പാളയം ഇമാം ഡോക്ടർ PV സുഹൈബ് മൗലവിയും അറിയിച്ചു. റമദാൻ മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിക്കാത്തതിനാൽ റമളാൻ 1 വ്യാഴാഴ്ചയായിരിക്കുമെന്ന് സംയുക്ത മഹല്ല ജമാഅത്ത് ഖാദി സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധി P മുഹമ്മദ് ഫൈസി എന്നിവരും അറിയിച്ചു. മാസപ്പിറ നിരീക്ഷിക്കുന്നതിനായി കോഴിക്കോട്, കടലുണ്ടി, പൊന്നാനി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനെ വരവേൽക്കാൻ പള്ളികളും ഭവനങ്ങളും ഒരുങ്ങി. പള്ളികൾ മോടിക്കൂട്ടിയും കഴുകി വൃത്തിയാക്കിയും വീടുകൾ വൃത്തിയാക്കിയുമാണ് ഇസ്ലാം മതവിശ്വാസികൾ റമദാനെ വരവേൽക്കാൻ ഒരുങ്ങിയത്. പുണ്യമാസത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് പള്ളികളും മുസ്ലിം ഭവനങ്ങളും. പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് പ്രാർത്ഥന നടത്തുന്ന വിശ്വാസികൾ രാത്രി പ്രത്യേക പ്രാർത്ഥനകളിൽ ഏർപ്പെടും. വിശുദ്ധ ഖുർആൻ പാരായണത്തിനും കൂടുതൽ സമയം നീക്കിവെക്കും. ദൈവഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനും നോമ്പു തുറക്കാനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ തിരക്കാണ് നാടെങ്ങും. പള്ളിക്കകവും മിനാരവും ചുമരുകളുമെല്ലാം കഴുകി വൃത്തിയാക്കി പെയിൻ്റടിച്ച് പുതുമോടി വരുത്തി കഴിഞ്ഞു. പ്രാർത്ഥനയോടൊപ്പം മതപഠന ക്ലാസുകളും ഖുർആൻ ക്ലാസുകളുമായി പള്ളികൾ സജീവമാകും. നോമ്പുതുറക്ക് സൗകര്യമൊരുക്കാൻ പള്ളിയുടെ പരിസരങ്ങൾ ഒരുക്കുകയാണ് വിശ്വാസികൾ. പള്ളിയുടെ മുറ്റത്തും പരിസരത്തും പന്തലിട്ടാണ് നോമ്പു തുറക്കുന്ന വിശ്വാസികൾക്കുള്ള ഭക്ഷണം ഒരുക്കി വെക്കുക. നോമ്പുകാലം പ്രമാണിച്ച് വീടുകൾ വൃത്തിയാക്കുന്നതിൻ്റെ തിരക്കിലാണ് സ്ത്രീകൾ. പഴയ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ കഴുകി മിനുക്കിയും പുതിയവ വാങ്ങിയും വീടിനകവും പുറവും പെയിന്റ് ചെയ്ത് ഭംഗി കൂട്ടിയും തിരക്കിലമർന്നിരിക്കുകയാണ് അവർ. വീടൊരുക്കുന്നതിനോടൊപ്പം അടുക്കളയിലും 1 മാസത്തേക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും പലരും ഒരുക്കി കഴിഞ്ഞു. ഇനി പള്ളികളും മുസ്ലിം ഭവനങ്ങളും ഖുർആൻ പാരായണം കൊണ്ട് മുഖരിതമാകും. വരാനിരിക്കുന്ന 30 നാളുകൾ വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിൻ്റെ ദിനങ്ങളാണ്. കുടിവെള്ള വിതരണത്തിലും ദ്രവമാലിന്യ സംസ്കരണത്തിലും ഉടക്കി ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ. കൗൺസിലർമാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ചെയർപേഴ്സൺ തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ച് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച ചർച്ചയാണ് ഇറങ്ങിപ്പോക്കിൽ കലാശിച്ചത്. 1.25 മണിക്കൂറോളമാണ് ഈ വിഷയത്തിൽ ചർച്ച നടന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അമൃത് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അപേക്ഷിച്ചവർക്കൊന്നും കണക്ഷൻ നൽകിയില്ല. അപേക്ഷിക്കാത്തവർക്ക് കണക്ഷൻ നൽകുകയും ചെയ്തു. വെള്ളം ലഭിച്ചില്ലെങ്കിലും കരം അടയ്ക്കേണ്ട അവസ്ഥയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. തോടുകളും കാനകളും മലിനമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വർഷക്കാലത്തിന് മുമ്പ് വലിയ തോട് വൃത്തിയാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കാനകൾക്ക് സമീപത്തുള്ള കിണറുകൾ മലിനമാണെന്ന് ശോഭാ ഹരിനാരായണൻ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ ഭരണപക്ഷ കൗൺസിലർമാരും രംഗത്തെത്തി. ഓരോ അജണ്ടയിലും 3-4 തവണയാണ് പ്രതിപക്ഷം അഭിപ്രായം പറയുന്നതെന്ന് ഭരണപക്ഷം കുറ്റപ്പെടുത്തി. അജണ്ടയിൽ ഇല്ലാത്ത കാര്യം പിന്നീട് ചർച്ച ചെയ്യാമെന്നും ഇവർ പറഞ്ഞു. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമായി കൗൺസിൽ ചേരാമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു.
ഏറെ നേരം നീണ്ട ചർച്ചയ്ക്കും ബഹളത്തിനുമൊടുവിൽ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ കൗൺസിലർമാരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകി. കുടിവെള്ള പൈപ്പ് കണക്ഷൻ ലഭിച്ച ഇടങ്ങളിൽ ഇത്തവണ ടാങ്കറിലൂടെ കുടിവെള്ളം നൽകേണ്ടതില്ലെന്ന കാര്യം മാത്രമാണ് അജണ്ടയിലുള്ളതെന്നും കണക്ഷൻ സംബന്ധിച്ച വിശദാംശങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ കൈവശമാണെന്നും സെക്രട്ടറി അറിയിച്ചു. ഇതിൽ തൃപ്തരാകാതെ UDF അംഗങ്ങൾ ചോദ്യങ്ങൾ തുടർന്നതോടെ അടുത്ത അജണ്ട വായിക്കാൻ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ നിർദ്ദേശിക്കുകയായിരുന്നു. അജണ്ട തുടർന്നതോടെ കൗൺസിലർ KM മെഹറൂഫ് ഇറങ്ങിപ്പോവുകയായിരുന്നു. 8 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് മെഹറൂഫ് ആരോപിച്ചു. 8,32,00,000 രൂപ ചെലവഴിക്കുന്ന ഒരു വലിയ പ്രൊജക്ട്, 4300 കണക്ഷന് വേണ്ട അപേക്ഷകൾ സ്വീകരിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലേക്കും എത്താതെ ആവശ്യക്കാർക്കും തൊട്ടടുത്തുള്ള വീടുകളിലേക്കും യാതൊരു മാനദണ്ഡവും ഉപയോഗിക്കാതെ കൊടുത്തുകൊണ്ട് ആ പൈസ മുഴുവനും ഉപയോഗശൂന്യമാക്കുന്ന രീതിയിലേക്ക് ഗുരുവായൂർ നഗരസഭ മാറിയിരിക്കുന്നു. ഇത്രയും വലിയ ഒരു ധൂർത്ത്, അതല്ലെങ്കിൽ ഇത്രയും അഴിമതി, അതല്ലെങ്കിൽ അതിന്റെ സ്വജനപക്ഷപാതം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പല ആളുകളുടെയും പല വാർഡുകളുടെയും കൗൺസിലർമാർ തീരുമാനിക്കുന്ന വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ട് യഥാർത്ഥ ആവശ്യക്കാരെ മാറ്റി നിർത്തിയതാണ് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളേറിയത് ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ആൻസർ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിപ്പോകുന്നത്. മെഹറൂഫിന് പുറകെ ആന്റോ തോമസും നൌഷാദ് അഹമ്മവും നടുത്തളത്തിലിറങ്ങി. ഇതോടെ UDF കൗൺസിലർമാർ ഒന്നടങ്കം ഇറങ്ങിപ്പോക്ക് നടത്തുകയായിരുന്നു. ഏറ്റവും വലിയ അടിയന്തര വിഷയമാണ് കുടിവെള്ളം. ഈ രണ്ട് വിഷയത്തിൽ സംസാരിക്കുമ്പോൾ കൗൺസിലർമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറാകാത്ത നിലപാട് പ്രതിഷേധാർഹമാണെന്ന് ആന്റോ തോമസ് പറഞ്ഞു. അടിയന്തര കൗൺസിലിലെ 8 അജണ്ടകളാണുള്ളത്. രണ്ടാമത്തെ അജണ്ടയിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകാതെ അജണ്ടകൾ വായിച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള നഗരസഭയുടെ ഭരണാധികാരികളുടെ നടപടി പ്രതിഷേധം നിറഞ്ഞു തന്നെയാണ്. ക്ഷാമം നേരിടുന്ന മേഖലകളിലെല്ലാം കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിച്ചതായി ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അറിയിച്ചു. അനാവശ്യ വിഷയങ്ങൾ ഉന്നയിച്ച് കൗൺസിൽ അലങ്കോലപ്പെടുത്താനാണ് UDF ശ്രമിക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഇതിപ്പോ ഒരു അജണ്ടയിൽ നിന്നിട്ട് ഒരു 1.25 മണിക്കൂറോളം ആണ് അവര് ബഹളം വെച്ചത്. 4300 കണക്ഷനാണ് ഉള്ളത്. അതില് ബാക്കി തീരെ എത്താത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇത് കഴിഞ്ഞാലും നമ്മൾ രണ്ടാം ഘട്ടം നമ്മൾ അവരായിട്ട് വാട്ടർ അതോറിറ്റി ആയിട്ട് അമൃതിന്റെ ആൾക്കാരായിട്ട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് വീണ്ടും രണ്ടാം ഘട്ടം തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുടിവെള്ളം പ്രശ്നമുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് ടാങ്കർ ടെൻഡറിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു. അപ്പൊ ആ അജണ്ടയിലാണ് അങ്ങനെ ഇവര് അതുമ്മ നിന്ന് പ്രശ്നം. അപ്പൊ അവരുടെ ഇന്നും കൗൺസിലില് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അലങ്കോലപ്പെടുത്തി കൗൺസിൽ വേഗം കഴിയേണ്ട അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും നഗരസഭ മുൻ വൈസ് ചെയർമാനുമായ TN മുരളിക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗം. അജ്ഞാതന്റെ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് മുരളി ചികിത്സ തേടി ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. തിങ്കളാഴ്ച വൈകിട്ട് 7:30യോടെയാണ് സംഭവം. വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നു പോകുന്നതിനിടെ പുറകിലെത്തിയാണ് അക്രമി കുരുമുളക് സ്പ്രേ ചെയ്തത്. കണ്ണിലും മുഖത്തും നീറ്റൽ അനുഭവപ്പെട്ടതോടെ നിലവിളിക്കുകയും അയൽവാസികൾ ഓടിയെത്തുകയുമായിരുന്നു. നാട്ടുകാർ പിന്തുടർന്നതോടെ അക്രമി കാറിൽ കയറി രക്ഷപ്പെട്ടു. കാറിനെ പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല. ആക്രമണ കാരണം വ്യക്തമല്ലെന്ന് മുരളി പറഞ്ഞു. പോലീസ് മേഖലയിലെ CCTV ക്യാമറകൾ പരിശോധിച്ചു വരികയാണ്. എൻ്റെ വീടിന്റെ മുന്നിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് പുറകിൽ നിന്ന് മുഖത്തേക്ക് കുരുമുളക് പൊടി സ്പ്രേ ചെയ്ത് ഒരു സംഭവം ഉണ്ടായി. പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. അതിന് മുമ്പ് സ്പ്രേ അടിച്ചു. തിരിഞ്ഞു നോക്കിയ വഴിക്ക് ഒരാൾ ഓടുന്നത് കണ്ടു. ഞാൻ പിന്നാലെ പോയി റോഡ് വരെ അതിന്റെ പിന്നാലെ ഓടി. അപ്പോഴേക്കും അടുത്ത വീട്ടിലെ ആളുകളൊക്കെ എൻ്റെ ബഹളം കേട്ട് വന്നു. എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് സംഭവം ഉണ്ടായത്. എന്നെ വെയിറ്റ് ചെയ്ത് നിന്ന് ഞാൻ ഇറങ്ങിയപ്പോ പിന്നിൽ വന്ന് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത്. എന്താ സംഭവം എന്നുള്ളത് ഈ പരിസരത്ത് പെട്ടെന്ന് അങ്ങനെ എന്നെ പേഴ്സണലായിട്ടൊരു വിഷയത്തിലേക്ക് ഇപ്പൊ അടുത്ത ദിവസങ്ങളിലൊന്നും ഏർപ്പെട്ടതായിട്ട് എനിക്ക് ധാരണയിലില്ല. പരിസരവാസികളൊക്കെ പരിചയമുള്ള ആളായതുകൊണ്ട് ക്യാമറയുടെ ഒക്കെ CD-കളൊക്കെ റിക്കവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വാഹനത്തെ കുറിച്ചും അതിന്റെ എന്താ സംഭവിച്ചതിനെ കുറിച്ചും നാളെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ.
കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുകയും അഴിമതി ഭരണം നടത്തി ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്ത ഇടത് സർക്കാരിനുള്ള താക്കീതായിരിക്കും പുതുയുഗ യാത്രയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ബുധനാഴ്ച കുന്നംകുളത്തെത്തുന്ന പുതുയുഗ യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കുന്നംകുളത്ത് എത്തിയതായിരുന്നു ജോസഫ് ടാജറ്റ്. LDF സർക്കാരിന്റെ അഴിമതിയും ജനദ്രോഹ നടപടികളും തുറന്നുകാട്ടുന്ന യാത്രയ്ക്ക് കുന്നംകുളത്ത് ഉജ്ജ്വല വരവേൽപ്പ് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തെ വികസനത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് തിരികെ കൊണ്ടുവരുവാനും UDF പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും ഇതിൻ്റെ അലയടികൾ ആഞ്ഞടിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെ അത് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അത് ഇടതുപക്ഷ ഭരണം മതിയാക്കണം എന്നുള്ള സന്ദേശം തന്നെയാണ്. പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള വലിയ ഉണർത്ത് പാട്ടായിട്ടാണ് ഈ യാത്ര കടന്നത്. അത് ജനങ്ങൾ ഉന്നയിച്ച ഒരു ആവശ്യം ഐക്യജനാധിപത്യ മുന്നണി ഏറ്റെടുത്തുകൊണ്ടാണ് ആ യാത്ര എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF രാഷ്ട്രീയ ജാഥ പുതുയുഗ യാത്ര ബുധനാഴ്ച 12-ന് കുന്നംകുളത്തെത്തും. വടക്കാഞ്ചേരി റോഡിൽ ദ്വാരക ഗ്രൗണ്ടിൽ നിന്ന് ജാഥയെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ആനയിക്കും. തുടർന്ന് പൊതുയോഗം നടത്തും. സ്വീകരണവേദി സന്ദർശിച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഒരുക്കങ്ങൾ വിലയിരുത്തി. KPCC സെക്രട്ടറി MP വിൻസെന്റ്, സുനിൽ അന്തിക്കാട്, UDF നിയോജകമണ്ഡലം ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, കൺവീനർ അഡ്വക്കേറ്റ് CB രാജീവ്, ട്രഷറർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ഘടകകക്ഷി നേതാക്കൾ, DCC ഭാരവാഹികൾ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. മാർച്ച് 6-ന് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്ത് ജാഥ സമാപിക്കും. കുന്നംകുളം നഗരസഭയുടെ 2026-27 വർഷത്തെ വാർഷിക പദ്ധതി ഐക്യകണ്ഠേന അംഗീകരിച്ചു. ചൊവ്വാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് വാർഷിക പദ്ധതിക്ക് അംഗീകാരമായത്. സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിൽ മികച്ച 3ാമത്തെ നഗരസഭയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് മധുര വിതരണം നടത്തി. മാനദണ്ഡങ്ങൾ അനുവദിക്കുമെങ്കിൽ പുരസ്കാര തുക ഉപയോഗിച്ച് നഗരസഭയിൽ ബഡ്സ് സ്കൂൾ തുടങ്ങുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് പറഞ്ഞു. യോഗത്തിന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂരിലെ സർക്കാർ ഗസ്റ്റ് ഹൌസ് ഉദ്ഘാടനത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. നഗരസഭ വായനശാല ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, നഗരസഭ മുൻ ചെയർപേഴ്സൺ M കൃഷ്ണദാസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാനി റെജി, V അനൂപ്, AT ഹംസ, ബിന്ദു അജിത് കുമാർ, രതി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ കല്ലുംപുറം മണ്ഡകത്തിങ്കൽ ശ്രീ മുത്തി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ വിശേഷാൽ പൂജകളുണ്ടായി. തുടർന്ന് ക്ഷേത്രനടയിൽ മഞ്ഞൾപ്പറ, പൊങ്കാല സമർപ്പണം എന്നിവയും 11 മണിക്ക് നടക്കൽ മേളം, 12-ന് പാൽക്കുടവും തിടമ്പും നിറയ്ക്കൽ, മനക്കൽ നിന്ന് ചിന്തുപാട്ടോടെ എഴുന്നള്ളിപ്പും ഉണ്ടായി. മഞ്ഞൾ നീരാട്ടും നടന്നു. 4 മണി മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തി. 6:40-ന് നടന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനടക്കം കേരളത്തിലെ തലയെടുപ്പുള്ള 15 കൊമ്പന്മാർ അണിനിരന്നു. ചാലിശ്ശേരി മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയായി. 7 മണി മുതൽ കലാരൂപങ്ങളുടെ വരവും 7:30-ന് തായമ്പക, കേളിക്കൊട്ട് എന്നിവയ്ക്ക് ശേഷം 9-ന് താലം പുറപ്പാട്, താലസംഗമം എന്നിവയും ഉണ്ടാകും. ഗുരുവായൂർ KSRTCയിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും 19-ന് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിക്കുമെന്ന് NK അക്ബർ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-നാണ് ഉദ്ഘാടനം നടക്കുക. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 4 കോടി രൂപ ചെലവിട്ട് 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ടോയ്ലറ്റ് ബ്ലോക്ക്, റെസ്റ്റോറന്റ് അടക്കം 7 മുറികളും ഉണ്ടാകും. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ അപകടരഹിതമായ ഡ്രൈവിംഗ് പരിശീലിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 34ാമത്തെ പരിശീലന കേന്ദ്രമാണിത്. ഇതിന്റെ ഓഫീസ് KSRTC കെട്ടിടത്തിൽ പ്രവർത്തിക്കും. ചാവക്കാട് നഗരസഭയുടെ ഗ്രൗണ്ടിലാണ് പരിശീലനം നൽകുന്നത്. പട്ടികജാതി വിഭാഗങ്ങൾക്കും ഭിന്നലിംഗക്കാർക്കും ഫീസാനുകൂല്യമുണ്ടാകും. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ KP രാധാകൃഷ്ണൻ,
പൊതുമരാമത്ത് കെട്ടിട നിർമ്മാണ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ വി മഞ്ജുഷ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂരിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച സർക്കാർ അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കുമെന്ന് NK അക്ബർ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ദിനംപ്രതി ആയിരങ്ങൾ എത്തിച്ചേരുന്ന ജില്ലയിലെ പ്രധാന തീർത്ഥാടന ടൂറിസം കേന്ദ്രമായ ഗുരുവായൂരിൽ താമസ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിനോദസഞ്ചാര വകുപ്പ് 31.95 കോടി രൂപ മുതൽ മുടക്കിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ അതിഥി മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. 59,926 ചതുരശ്രയടിയിൽ 8 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 6 നിലകളിലായി ഒരു പ്രസിഡൻഷ്യൽ സ്യൂട്ടും 4 സ്യൂട്ട് മുറികളും 50 സ്റ്റാൻഡേർഡ് മുറികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസ്മെന്റ് ഫ്ലോറിൽ കാർ പാർക്കിങ്ങും ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ, ലോബി, ബോർഡ് റൂം, കിച്ചൺ ആൻഡ് ഡൈനിങ്, സുവനീർ ഷോപ്പ്, ട്രാവൽ ഡെസ്ക് എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. സുരക്ഷ മുൻനിർത്തി ഹ്യൂമൻ ആൻഡ് ബാഗ് സ്കാനർ, സെക്യൂരിറ്റി ക്യാബിൻ തുടങ്ങിയ സൗകര്യങ്ങളും അതിഥി മന്ദിരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ TC മനോജ്, ഗസ്റ്റ് ഹൗസ് മാനേജർ NK ബിജു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മികവിനുള്ള പുരസ്കാരത്തിന് അർഹമായി വീണ്ടും എളവള്ളി ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി അവാർഡ് പ്രഖ്യാപനത്തിൽ സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്തായി എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. ഇതിനു പുറമെ മഹാത്മാ പുരസ്കാരത്തിൽ തൃശൂർ ജില്ലയിലെ 2ാം സ്ഥാനവും എളവള്ളി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫിയുടെ ഭാഗമായി 40 ലക്ഷം രൂപയും പ്രശംസാ പത്രവും ഫെബ്രുവരി 19-ന് കണ്ണൂരിൽ വെച്ച് നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും സ്വീകരിക്കും. 2020-2021 വർഷത്തിലും എളവള്ളി ഗ്രാമപഞ്ചായത്തിന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് തുടർച്ചയായി ജില്ലയിലെ 1ാമത്തെ പഞ്ചായത്തായും എളവള്ളി മാറി. ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതികളും ഇപ്പോഴത്തെ ഭരണസമിതിയും ജീവനക്കാരും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളും ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ എളവള്ളി ഗ്രാമപഞ്ചായത്തിനാകുന്നത്. ഡയപ്പർ ഡിസ്ട്രോയർ, ബെഡ്സ് സ്കൂൾ, സായം പ്രഭ ഹോം, ഹെലിപാഡ്, സ്മാർട്ട് അങ്കണവാടികൾ, വനിതാ ജിംനേഷ്യം, ജനകീയ ഹോട്ടൽ, ആയുർവേദ സബ് സെന്റർ, ജൈവ വൈവിധ്യ പാർക്ക്, ലൈഫ് ഭവന പദ്ധതിക്ക് സ്ഥലം വാങ്ങൽ, ജലസംരക്ഷണ പദ്ധതികൾ, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ, എളവള്ളി ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ നവീകരണം, ചിൽഡ്രൻസ് പാർക്ക്, കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ നവീകരണം തുടങ്ങി 30-ൽ പരം വിവിധ പദ്ധതികളാണ് സ്വരാജ് ട്രോഫി പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. തൊഴിലുറപ്പ് മേഖലയിലെ മികച്ച രീതിയിലുള്ള പ്രവർത്തനത്തിനാണ് മഹാത്മാ പുരസ്കാരത്തിന് തൃശൂർ ജില്ലയിൽ 2ാം സ്ഥാനം ലഭിച്ചത്. റോഡുകളുടെ നിർമ്മാണവും ജലസംരക്ഷണത്തിന്റെ ഭാഗമായി കുളങ്ങൾ നിർമ്മിച്ചതും ചിട്ടയായ പ്രവർത്തനങ്ങളും പുരസ്കാര നേട്ടത്തിന് കാരണമായിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ പാഠപുസ്തകമില്ലാതിരുന്ന, പവർക്കട്ടും ലോഡ് ഷെഡിങ്ങും പതിവായിരുന്ന UDF ഭരണം തിരികെ കൊണ്ടുവരണമെന്നാണ് കേരളീയ സമൂഹത്തോട് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ഉഷ പ്രഭുകുമാർ മുരളി പെരുന്നെല്ലി MLA നയിക്കുന്ന മണലൂർ നിയോജക മണ്ഡലം വികസന മുന്നേറ്റ ജാഥയുടെ ആദ്യ ദിനത്തിലെ പര്യടനത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അധ്യയന വർഷം അവസാനിക്കുന്ന ഘട്ടത്തിൽ പോലും കുട്ടികൾക്ക് പാഠപുസ്തകം നൽകാത്ത ഭരണമായിരുന്നു UDFന്റേത്. 600 രൂപയുണ്ടായിരുന്ന സാമൂഹ്യ പെൻഷൻ പോലും 18 മാസക്കാലമാണ് UDF സർക്കാർ കുടിശ്ശിക വരുത്തിയത്. ഉമ്മൻചാണ്ടിയുടെ ഭരണം അധികാര ധൂർത്ത് നടത്തുകയാണെന്ന് പരസ്യമായി പറഞ്ഞ VD സതീശൻ ഇപ്പോൾ പറയുന്നത് പെൻഷനുകൾ മുടങ്ങിയിരുന്ന, ട്രഷറികൾ പൂട്ടിക്കിടന്ന, ലോഡ് ഷെഡിങ്ങും പവർക്കെട്ടും പതിവായിരുന്ന ആ പഴയ കാലം വരണമെന്നാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ സതീശനും K മുരളീധരനും ഇന്ന് അധികാരത്തിനു വേണ്ടി പണ്ട് പറഞ്ഞതെല്ലാം വിഴുങ്ങിയിരിക്കുകയാണെന്നും ഉഷ കൂട്ടിച്ചേർത്തു. ഈ കേരളത്തിൽ ഭരിക്കാൻ നയം പഠിച്ചില്ല,
ചൂണ്ടൽ സെന്ററിൽ നടന്ന ജാഥ സമാപന സമ്മേളനത്തിൽ CJ ജിജു അധ്യക്ഷനായി. മുരളി പെരുന്നെല്ലി MLA ക്യാപ്റ്റനായും VR മനോജ് വൈസ് ക്യാപ്റ്റനായും TV ഹരിദാസ് മാനേജറുമായുള്ള ജാഥ രാവിലെ പഞ്ചാരമുക്കിൽ നിന്ന് ആരംഭിച്ച് കോതകുളങ്ങര, പാലാ ബസാർ, ചൊവ്വല്ലൂർ-പടി, ചൊവ്വല്ലൂർ, കണ്ടാണിശ്ശേരി, അരിയന്നൂർ, കൂനമുച്ചി, നമ്പഴിക്കാട്, മറ്റം, തിരുവത്ര, ആളൂർ, പെരുമണ്ണ്, മഴവുഞ്ചേരി, മണലി, ചിറനെല്ലൂർ, പാറന്നൂർ, തായങ്കാവ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷമാണ് സമാപന കേന്ദ്രമായ ചൂണ്ടൽ സെന്ററിലെത്തിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ ജാഥയെ വരവേറ്റത്. ജാഥ ക്യാപ്റ്റനെ നേതാക്കളും പ്രവർത്തകരും ഹാരാർപ്പണം നടത്തി. സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജാഥ ക്യാപ്റ്റൻ മുരളി പെരുന്നെല്ലി MLA സംസാരിച്ചു. ജാഥ അംഗങ്ങളായ PA രമേശൻ, KA വിശ്വംഭരൻ, PS ജയൻ, TD ജോസ്, PT ബാബു എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ചൊവ്വന്നൂരിലെ സെന്റ് മേരീസ് വാടക ക്വാർട്ടേഴ്സിൽ KSEB കരാർ ജീവനക്കാരനായ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒഡീഷ സ്വദേശിയായ 40 വയസ്സുള്ള കുണഷെട്ടിയാണ് തൂങ്ങി മരിച്ചത്. ജോലിക്ക് വരാതിരുന്നതിനെ തുടർന്ന് KSEB അധികൃതർ രാവിലെ ക്വാർട്ടേഴ്സിലെത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർമാരായ ജാബിർ, പോളി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. കുടുംബ പ്രശ്നങ്ങളാണ് മരണത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്വർഗാനുരാഗത്തിനിടെ മറ്റൊരു യുവാവിനെ ഈ ക്വാർട്ടേഴ്സിൽ വെച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഗുരുവായൂർ നായർ സമാജം കുറൂരമ്മ ദിനത്തിൽ നൽകിവരുന്ന ശിവപത്മം പുരസ്കാരത്തിന് തിരുവില്ലോമല ഐവർമഠം ആത്മവിദ്യാലയ സാരഥി രമേശ് കോരപ്പത്തിനെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാധാകൃഷ്ണൻ കാക്കശ്ശേരി, P വേണുഗോപാൽ, സ്വാമി ഉദിത് ചൈതന്യ എന്നിവരുൾപ്പെട്ട ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഫലകം, പ്രശസ്തി പത്രം, 10,001 രൂപ മാതൃദക്ഷിണ, പൊന്നാട എന്നിവ അടങ്ങിയതാണ് പുരസ്കാരം. കുറൂരമ്മ ദിനമായ ഈ മാസം 25-ന് മമ്മിയൂർ കൈലാസം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. രാവിലെ 10-ന് നടക്കുന്ന ആധ്യാത്മിക സമ്മേളനം ജസ്റ്റിസ് MB സ്നേഹലത ഉദ്ഘാടനം ചെയ്യും. കുറൂരമ്മ ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂരപ്പന് ശ്രീലകത്ത് നെയ്വിളക്ക് സമർപ്പണം, കുറൂരമ്മയുടെ ബിംബത്തിൽ മാല ചാർത്തൽ, നാരായണീയ പാരായണം എന്നിവയും ഉണ്ടാകും. ഭാരവാഹികളായ M നിർമ്മലൻ മേനോൻ, V അച്യുതക്കുറുപ്പ്, K രവീന്ദ്രൻ നമ്പ്യാർ, V ശ്രീകൃഷ്ണൻ, മിനി നായർ, ശ്രീദേവി K നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ ആദൂർ നയിക്കുന്ന കലാജാഥയ്ക്ക് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ യോഗം KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം ചെയർമാൻ സാംസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറിമാരായ ബിജോയ് ബാബു, KC ബാബു, PS സുനീഷ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് CB രാജീവ, സുരേഷ് മമ്പറമ്പിൽ, UDF നിയോജകമണ്ഡലം ചെയർമാൻ ജയസിംഗ് കൃഷ്ണൻ, കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, നഗരസഭാ കൌൺസിലർമാരായ ലബീബ് ഹസൻ, മിഷ സെബാസ്റ്റ്യൻ, സാംസ്കാരിക സാഹിതി ഭാരവാഹികളായ ലത്തീഫ് അട്ടേമ്പാടം, KK രാജേഷ്, മുജീർ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളും കളവും കള്ളത്തരങ്ങളും ആക്ഷേപഹാസ്യത്തിലൂടെ ആവിഷ്കരിക്കുന്ന കള്ളനും കപ്പിത്താനും എന്ന നാടകത്തിന്റെ അവതരണവും നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗയാത്രയുടെ പ്രചരണാർത്ഥമാണ് നിയോജക മണ്ഡലങ്ങളിലൂടെ ജാഥ കടന്നുപോകുന്നത്. കലാജാഥയുടെ ആശയം സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ CR മഹേഷ് MLAയുടേതാണ്. സംസ്ഥാന വൈസ് ചെയർമാൻ പ്രദീപ് പയ്യന്നൂരാണ് 12 കലാകാരന്മാർ അഭിനയിക്കുന്ന തെരുവ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. പാതയോരത്ത് അജ്ഞാത വാഹനം തട്ടിയതിനെ തുടർന്ന് അപകട ഭീഷണിയിൽ നിന്നിരുന്ന മരത്തിന്റെ കൊമ്പ് മുറിച്ചുമാറ്റി. കടവല്ലൂർ ഹൈസ്കൂൾ സ്റ്റോപ്പിലാണ് അപകട ഭീഷണിയായി മരം നിന്നിരുന്നത്. വാഹനം തട്ടി പാതി മുറിഞ്ഞ കൊമ്പ് മരത്തിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വടക്കുമുറി വാർഡ് മെമ്പർ സുഹൈൽ PM കുന്നംകുളം ഫയർഫോഴ്സ് സംഘത്തെ അറിയിച്ചു. സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ അപകട ഭീഷണിയിൽ നിന്നിരുന്ന മരത്തിന്റെ കൊമ്പ് മുറിച്ചുമാറ്റി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അൻവർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശ്യാം, ഗോഡ്സൺ, പ്രപഞ്ച്, സനിൽ എന്നിവർ അടങ്ങിയ സംഘമാണ് സ്ഥലത്തെത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൊവ്വന്നൂർ ബ്ലോക്ക് 34ാമത് വാർഷിക സമ്മേളനം പാറേമ്പാടം ചോയ്സ് ഓഡിറ്റോറിയത്തിലെ KU ജോൺസൺ മാസ്റ്റർ നഗറിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്തൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KSSPU ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് CN ശ്രീധരക്കുറുപ്പ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം VK ഹാരി ഫാബി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് മുഖ്യാതിഥിയായി. സംഘടന ചൊവ്വന്നൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി CP ഹരിനാരായണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു.
തദ്ദേശ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട CK സദാനന്ദൻ, മിനി ഐപ്പ്, AV ഗംഗാധരൻ, KP സുരേന്ദ്രൻ എന്നിവരെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ് ആദരിച്ചു. ബ്ലോക്ക് തല കലാമത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം ബ്ലോക്ക് രക്ഷാധികാരി NK ഉണ്ണികൃഷ്ണ പണിക്കർ നിർവഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി PV ചാക്കോച്ചൻ മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KA ശക്തിധരൻ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപയോളം ചെലവിൽ 90 പേർക്കാണ് കട്ടിലുകൾ നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാനി റെജി, V അനൂപ്, AT ഹംസ, ബിന്ദു അജിത് കുമാർ, രതി ജനാർദ്ദനൻ, കൗൺസിലർ റഷീദ് കുന്നിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അപകടക്കെണിയായി ചാവക്കാട് നഗരത്തിലെ കുഴി. വടക്കേ ബൈപ്പാസിലാണ് വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകി കുഴി രൂപപ്പെട്ടത്. ദിവസങ്ങളോളമായി ഇവിടെ കുഴി രൂപപ്പെട്ടിട്ട് ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവാകുകയാണ്. വെള്ളം നിൽക്കുന്നതിനാൽ കുഴി കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. ചെറിയ രീതിയിൽ രൂപപ്പെട്ട കുഴി റോഡിടിഞ്ഞ് നിലവിൽ വലുതായെന്നും വാട്ടർ അതോറിറ്റി അനാസ്ഥയാണ് ഈയിടെ പണിത റോഡ് പൊളിയുവാൻ കാരണമെന്നും നാട്ടുകാർ പറയുന്നു. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്നും ആക്ഷേപമുണ്ട്. ഉടൻ തന്നെ കുടിവെള്ള പൈപ്പ് പ്രശ്നം പരിഹരിച്ച് റോഡ് തകരുന്നത് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചിറമനങ്ങാട് പാലാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ വിപുലമായ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 5-ന് നട തുറക്കലിന് ശേഷം ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇളനീറാടൽ, പാലഭിഷേകം, നവകം, പഞ്ചഗവ്യം തുടങ്ങിയ വിശേഷാൽ പൂജകളും നടന്നു. ഭക്തജനങ്ങളുടെ അഖണ്ഡ നാമ ജപാർച്ചനയും ശയന പ്രദക്ഷിണവുമുണ്ടായി. വൈകുന്നേരം കേളിയും രാത്രി 8:30-ന് ഹരീഷ് നമ്പ്യാർ അവതരിപ്പിച്ച ചാക്യാർകൂത്തും നടന്നു. കുട്ടികളുടെ നൃത്തങ്ങൾ, തിരുവാതിരക്കളി തുടങ്ങിയ കലാപരിപാടികളുമുണ്ടായി. പാലഞ്ചേരി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. ഷുഹൈബ് കൃപേഷ് ശരത്ലാൽ രക്തസാക്ഷിത്വ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തസാക്ഷി അനുസ്മരണ സദസ്സ് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CS സൂരജ് സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണൻ മുഖ്യ അനുസ്മരണ പ്രസംഗം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാം ആലുങ്ങൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജന പൂവത്ത്, ജില്ലാ സെക്രട്ടറി ഋഷി ലാസർ, നിയോജക മണ്ഡലം ഭാരവാഹികളായ ഷുഹൈബ്, HMB, നവീൻ മുണ്ടൻ, വിശാഖ് വിശ്വനാഥൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ഷിഹാബ് പണത്തല, രഞ്ജിത്ത് KK, അശ്വിൻ ചാക്കോ, അജ്മൽ വടക്കേക്കാട് എന്നിവർ സംസാരിച്ചു. പ്രായത്തിന്റെ അവശതകൾ മാറ്റിവെച്ച് മനസ്സിന്റെ യൗവനം വീണ്ടെടുത്ത മുതിർന്ന പൗരന്മാരുടെ ഒത്തുചേരൽ ഗുരുവായൂരിന് പുതുമയാർന്ന അനുഭവമായി. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ വാർഷികാഘോഷമാണ് മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ ആവേശപൂർവ്വം നടന്നത്. അംഗങ്ങൾ ആടിയും പാടിയും ഒത്തുചേർന്നപ്പോൾ മാതാ കമ്മ്യൂണിറ്റി ഹാൾ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വേദിയായി മാറി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹസ്പർശം പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്രതാരം ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായി. വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം നേടിയ മണലൂർ ഗോപിനാഥ്, രാജ്യത്തിന് അഭിമാനകരമായ സേവനമനുഷ്ഠിച്ച റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ ശാന്തമ്മ എന്നിവർ ആദരവേറ്റുവാങ്ങി. ഔദ്യോഗിക ചടങ്ങുകൾക്കുശേഷം നടന്ന കലാപരിപാടികൾ കാണികളെ വിസ്മയിപ്പിച്ചു. സ്നേഹസ്പർശം ചെയർമാൻ RK ജയരാജ് കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചീഫ് കോർഡിനേറ്റർ MK നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി, മാർഗംകളി, ഒപ്പന തുടങ്ങിയവ പ്രായത്തെ വെല്ലുന്ന പ്രകടനങ്ങളായി. വിരസമായ വാർദ്ധക്യത്തെ സർഗാത്മകമാക്കി മാറ്റാൻ ഇത്തരം കൂട്ടായ്മകൾ അനിവാര്യമാണെന്ന് പരിപാടി തെളിയിച്ചു. വാർഡ് കൗൺസിലർ AV ഉണ്ണികൃഷ്ണൻ, PI സൈമൺ, നൂറുനിസ ഹൈദരലി, ജനറൽ സെക്രട്ടറി PP വർഗീസ്, ഇന്ദിര സോമസുന്ദരൻ, കോർഡിനേറ്റർ അനിൽ കല്ലാറ്റ്, KV രാധാകൃഷ്ണ വാര്യർ, NP കബീർ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂർ വാർഡിൽ നിന്നും വിജയിച്ച ഗംഗാധരൻ മാസ്റ്ററെ ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൗസിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങിൽ ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി.
ആളൂർ അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ് ഖുർആൻ പാരായണം നടത്തി. വയോജന സംഘടനാ പ്രസിഡന്റ് അബ്ബാസ് മൈത്രി ഗാനം ആലപിച്ചു. തൃശൂർ, പാലക്കാട് അഹമ്മദിയ മിഷണറി ഇൻചാർജ് മൗലവി ഖമറുദ്ദീൻ മുറിയക്കണ്ണി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. മൗലവി മുഹമ്മദ് സലീം ചേലക്കര, മൗലവി ഗുലാം അഹമ്മദ് ആളൂർ എന്നിവർ സംസാരിച്ചു. നെല്ല് സംഭരിച്ച് 1.5 മാസം പിന്നിട്ടിട്ടും പണം കിട്ടാത്തത് മൂലം വലയുകയാണ് കർഷകർ. പോർക്കുളം, വേദക്കാട്, കുതിരപ്പാടം പാടശേഖരങ്ങളിലെ നെല്ലാണ് ജനുവരിയിൽ സംഭരിച്ചത്. എന്നാൽ PRS കിട്ടി മാസം 1 പിന്നിട്ടിട്ടും നെല്ലിന്റെ വില ലഭിച്ചില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു. നെല്ല് വിറ്റതിന്റെ PRS നൽകിയാൽ വായ്പയായിട്ടാണ് ബാങ്കുകാർ കർഷകർക്ക് നെല്ലിന്റെ പണം നൽകാറുള്ളത്. എന്നാൽ ഇത്തവണ നെല്ലിന്റെ PRS ബാങ്കുകൾ സ്വീകരിക്കുന്നില്ലെന്ന് കർഷകർ ആരോപിച്ചു. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്താണ് പല കർഷകരും ഇത്തവണ കൃഷി ഇറക്കിയത്. നെല്ല് വിറ്റ പണം കിട്ടാത്തതിനാൽ പലിശ ഇനത്തിൽ വൻ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. നെല്ല് വിറ്റ പണം വിതരണം ചെയ്യാൻ നടപടിയെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. പുതുശ്ശേരി അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പൂരാഘോഷത്തിന്റെ സമാപനത്തിൽ പാന, ഗുരുതി തർപ്പണം എന്നീ ചടങ്ങുകൾക്ക് ശേഷം അടച്ച നട തുറന്നു. ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 10-ാം തീയതി പുലർച്ചെയാണ് നട അടച്ചത്. ഒരാഴ്ചയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന വിശേഷാൽ പൂജകളോടെയും നവകം, പഞ്ചഗവ്യം എന്നീ ചടങ്ങുകളോടെയുമാണ് ക്ഷേത്ര നട തുറന്നത്. ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടുമുണ്ടായി. വൈകിട്ട് വിശേഷാൽ നിറമാല, സഹസ്ര ദീപാർച്ചന, പറ എന്നീ ചടങ്ങുകൾക്ക് ശേഷം വീരനാട്യത്തിന്റെ അവതരണവും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുത്തു. മേൽശാന്തി പട്ള ഇല്ലത്ത് രമേഷ് ഭട്ട്, അയ്യങ്കുളങ്ങര ദേവസ്വം ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് നൽകുന്ന വീൽചെയർ വിതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. ചിറക്കൽ അറഫ പാലസിൽ നടന്ന വയോജനങ്ങളുടെയും അംഗപരിമിതരുടെയും ഉൾപ്പെടെയുള്ളവരുടെ സ്പെഷ്യൽ ഗ്രാമസഭയിലാണ് വീൽചെയർ വിതരണം ചെയ്തത്. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. ICDS ഓഫീസർ ശോഭ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലജ അരുൺദാസ്, മുൻ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആളൂർ ഗ്രൂപ്പ് ഫാമിംഗ് സൊസൈറ്റിയുടെ പരിധിയിൽ വരുന്ന പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ശിവൻ വാഗ അധ്യക്ഷനായി. കൃഷി ഓഫീസർ ഗായത്രി രാജശേഖരൻ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ, പഞ്ചായത്ത് അംഗങ്ങളായ ലിയ ജോജോ, ഗംഗാധരൻ മാസ്റ്റർ, പാടശേഖര സമിതി ഭാരവാഹികളായ പ്രമോദ്, ജോയ്, അപ്പു ആളൂർ എന്നിവർ സംസാരിച്ചു. 57 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ പൊന്മണി, സുപ്രിയ തുടങ്ങിയ ഇനങ്ങളിൽ പെട്ട നെൽവിത്തുകളാണ് കൃഷി ഇറക്കിയിരുന്നത്. ഗ്രൂപ്പ് ഫാമിംഗ് സൊസൈറ്റി അംഗങ്ങളായ കർഷകരും കൊയ്ത്തുത്സവത്തിൽ സംബന്ധിച്ചു. കലാകാര പെൻഷൻ വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കി ഉയർത്തുക, 10 മണിക്ക് ശേഷമുള്ള മയക്ക് നിരോധനത്തിൽ ഇളവ് അനുവദിക്കുക, 60 വയസ്സ് കഴിഞ്ഞവർക്ക് ക്ഷേമനിധി അംഗത്വം അനുവദിക്കുക, കലാപഠനത്തിന് കൂടുതൽ സമയം അനുവദിക്കുക, യോഗ്യതയുള്ള കലാധ്യാപകരെ നിയമിക്കുക, കലാകാര പെൻഷനും ക്ഷേമനിധി പെൻഷനും ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മലയാള കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. നഗരം ചുറ്റിയ പ്രകടനം ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച ശേഷം ചേർന്ന പൊതുയോഗം നന്മ ജില്ലാ സെക്രട്ടറി രവി കേച്ചേരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗവും മേഖലാ പ്രസിഡന്റുമായ CK രവി അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് P കൃഷ്ണനുണ്ണി, സർഗവനിത സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആശ ചാക്കോച്ചൻ, ജില്ലാ ട്രഷറർ TA വേലായുധൻ, PA ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബദനി കോളേജിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. പ്രമുഖ കമ്പനികളാണ് 21-ാം തീയതി ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളയിൽ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നത്. +2, IT, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 62 35 03 0044 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാട്ടകമ്പാൽ ചിറയിൻകാട് കോൾപ്പടവിൽ നിന്നും 4.5 അടിയോളം വലിപ്പമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. മീൻ പിടിക്കാനായി സ്ഥാപിച്ച കുരുത്തിയിലാണ് പാമ്പ് കുടുങ്ങിയത്. പാമ്പ് പിടുത്തക്കാരൻ രാജൻ പെരുമ്പിലാവിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി.
വേലൂർ ചുങ്കം തയ്യൂർ കോട്ടപ്പുറം കുമ്പളങ്ങാട് റോഡിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയ ഭാഗം പുനർനിർമ്മിക്കുന്ന പ്രവൃത്തി ആരംഭിക്കുന്നു. ഈ ഭാഗത്ത് റോഡിന് വീതി കുറവായതിനാൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഈ ഭാഗത്തുള്ള ഗതാഗതം നിരോധിച്ചതായി വടക്കാഞ്ചേരി PWD റോഡ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വാഹനങ്ങൾ പകരം തയ്യൂർ പഴവൂർ എരുമപ്പെട്ടി റോഡ് വഴി പോകേണ്ടതാണ്. പുന്നൂർകുളം പനന്തറയിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പനന്തറ ആറ്റുപുറത്ത് വീട്ടിൽ സുനിലിന്റെയും ഗീതയുടെയും മകൾ 14 വയസ്സുള്ള സുഗിനയെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. തിങ്കളാഴ്ച രാത്രി 8ഓടെയായിരുന്നു സംഭവം. സുഗിത സഹോദരിയാണ്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,80 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം ഞമനങ്ങാട് കരുവമ്പായി പരേതനായ തൈക്കാട്ടിൽ ചന്ദ്രൻ മകൻ ജിജിമോൻ നിര്യാതനായി 43 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടത്തി. സുമന മാതാവും ഷൈജ സഹോദരിയുമാണ്. കേച്ചേരി തൂവാനൂർ പൊന്നരാശ്ശേരി അപ്പുകുട്ടൻ നിര്യാതനായി 103 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തി. പരേതയായ ലക്ഷ്മിയാണ് ഭാര്യ. രവി, ദേവകി, നളിനി, പരേതയായ രമണി എന്നിവർ മക്കളാണ്. ഗുരുവായൂർ തിരുവെങ്കിടം മേലിട്ട് ചാക്കു ജോസ് നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ആളൂർ കുത്തൂര് കുടുംബാംഗം മേരി ഭാര്യയാണ്. സൽമ, സൗമ്യ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരുമപ്പെട്ടി ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം. കൊലപാതക സാധ്യത തള്ളാതെ പോലീസ്. അസ്ഥികൂടം സ്ത്രീയുടേതാണെന്ന് ഫോറൻസിക് വിഭാഗം സ്ഥിരീകരിച്ചു. വികസന കുതിപ്പിൽ സമാനതകളില്ലാത്ത ചരിത്രം കുറിച്ച് ഗുരുവായൂർ. സ്വരാജ് ട്രോഫിയിൽ ഗുരുവായൂർ നഗരസഭയ്ക്ക് ഹാട്രിക് തിളക്കം. തുടർച്ചയായി 3 തവണ സ്വരാജ് ട്രോഫി നേടുന്ന ആദ്യ നഗരസഭ എന്ന ബഹുമതി ഗുരുവായൂരിന് സ്വന്തം. കുന്നംകുളത്ത് കോൺഗ്രസിലെ തർക്കവും പോരും പുതിയ തലത്തിലേക്ക്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതിയുഗ യാത്രയുടെ പ്രചരണ ബോർഡിൽ നിന്നും ഒരു വിഭാഗം കൗൺസിലർമാരെ ഒഴിവാക്കി. 6 കൗൺസിലർമാരെ ഒഴിവാക്കിയുള്ള ബോർഡ് പാർട്ടിയെ പൊതുമധ്യത്തിൽ നാണം കെടുത്തുന്നതെന്ന ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. കുടിവെള്ള വിതരണത്തിലും ദ്രവമാലിന്യ സംസ്കരണത്തിലും ഉടക്കി ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ. കൗൺസിലർമാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ചെയർപേഴ്സൺ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് UDF അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. മാസപ്പിറ കണ്ടില്ല. കേരളത്തിൽ റമദാൻ വ്രതാരംഭം വ്യാഴാഴ്ച. കേരളത്തിൽ എവിടെയും മാസപ്പിറവി കണ്ടതായി വിവരം ലഭിക്കാത്തതിനാൽ ശാബാൻ 30 പൂർത്തീകരിച്ച് വ്യാഴാഴ്ച റമദാൻ 1 ആയിരിക്കുമെന്ന് ഖാസിമാർ അറിയിച്ചു. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനെ വരവേൽക്കാനൊരുങ്ങി വിശ്വാസികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.